ജീവിതത്തിൻ്റെ വഴികളിൽ സുഖത്തിൻ്റെ പൂക്കൾ മാത്രം വിരിയുന്നില്ല, ദുഃഖത്തിൻ്റെ മുള്ളുകളും ചിലപ്പോൾ ഹൃദയത്തെ തൊട്ടേക്കാം. അങ്ങനെയുള്ള വേദനയുടെ വഴിയിലൂടെ വിശ്വാസത്തിൻ്റെ വിളക്ക് കയ്യിൽ പിടിച്ചു നടന്നൊരു മനുഷ്യൻ, സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിച്ചവൻ, ഒരു നിമിഷത്തിൽ തൻ്റെ മക്കളെയും സമ്പത്തും നഷ്ടപ്പെട്ട ശരീരത്തിൽ രോഗത്തിൻ്റെ വേദനയിൽ തകർന്നു പോയവൻ ഇയ്യോബ്. എന്നാലും അവൻ്റെ ഹൃദയം തകരുന്നില്ല, അവൻ്റെ വിശ്വാസം വീണു പോകുന്നില്ല, ദൈവത്തോടുള്ളതായ അവൻ്റെ ബന്ധം മങ്ങുന്നുമില്ല. ആ വേദനയുടെ നടുവിൽ പോലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ എന്നുള്ളതായ അവൻ്റെ വാക്കുകൾ ഇന്നും കാലങ്ങളെ കുലുക്കുന്നു. ഈ നോമ്പിൻ്റെ യാത്രയിൽ ഇയ്യോബിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന വലിയ സത്യം ഇതാണ്: സുഖത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ ദുഃഖത്തിൽ ദൈവത്തെ പിടിച്ചു നിൽക്കുക, അതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഈ തപസ്സിൻ്റെ യാത്രയിൽ വിശ്വാസത്തോടെ നിൽക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന വിശ്വാസത്തോടെ ദുഃഖത്തിൻ്റെ രാത്രിക്ക് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുലരി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുമെന്ന വിശ്വാസത്തോടെ ഈ യാത്ര തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.